കഴിഞ്ഞ ആദ്യത്തെ സീസണുകളിലൊക്കെ നമ്മൾ വിചാരിക്കും PR വർക്കേഴ്സ് എന്നല്ല, PR എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും PR എന്തോന്ന് PR അങ്ങനെയൊന്നുമില്ല, ചുമ്മാതെ ഈ സോഷ്യൽ മീഡിയ ആവശ്യമില്ലാത്ത യൂട്യൂബേഴ്സ് ഇങ്ങനെ കിടന്ന് പറയുന്നതാണെന്ന് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ എന്നിട്ടും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു. PR ഉണ്ട്, PR-കാരെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് 100% മനസ്സിലായി, ഈ രേണു സുധിക്ക് PR വർക്കേഴ്സ് വന്ന് നമ്മളെ കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ്. കാരണം ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ എണ്ണം വന്നിട്ട് ചുമ്മാ ഘോരം പറയുകയാണ്. എന്താണ് പറയുന്നത്? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ, രേണു സുധിയുടെ കുറേ PR വർക്കേഴ്സ് നമ്മളെ വളരെ മോശമായിട്ട് പറയുകയാണ്. പിന്നെ അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു സുധി പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ രേണു സുധി പറഞ്ഞത് എന്താണ്, ഞാൻ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞില്ല, നഴ്സിംഗ് ഞാൻ 1.5 വർഷം ബാംഗ്ലൂർ പഠിച്ചു, 1.5 വർഷം നഴ്സിംഗ് പഠിച്ചു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ലാലേട്ടൻ്റെ പറയാൻ കാര്യം, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരേ ഒരാഴ്ച നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിച്ചു എന്താണ് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ. അപ്പോൾ പറയാം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്ന്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞ ആൾ 1.5 വർഷം ഹോസ്റ്റലിൽ നിന്ന് വാർഡനാണ് ശനിയാഴ്ച ഔട്ടിങ്ങിന് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒരിക്കലും എവിടെയും രേണു സുധി എന്ന് പറയുന്ന ആൾ ഡിപ്ലോമ നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ്, നിനക്കൊന്നും വേറൊരു പണിയില്ല, നീയൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു വ്യക്തി പറയുന്നതിൽ നമുക്ക് കേൾക്കാൻ പറ്റുമോ? അപ്പം ഈ മനസ്സിലാവാത്ത നീയൊക്കെ പോയി ആദ്യം അവൾ പറഞ്ഞ എന്താണെന്ന് ആദ്യം പോയി കാണും. ഓക്കെ, നീ അല്ലാതെ ഈ പറയുന്ന ആൾക്കാരുടെ മേക്കിട്ട് കയറാതെ എന്തൊക്കെയാണ് നീയൊക്കെ ഈ പറയുന്ന കമൻറ്റ് പറയുന്ന നീയൊന്നും കേട്ടില്ലേ? അവർ പിന്നെ ഡിപ്ലോമ നഴ്സിംഗിനാണ് പോയത്, അവരൊരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്കാണ് പോയത് എന്ന് പറയുന്ന ആൾക്കാർ പോയിട്ട് അവർ നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോ പോയി കണ്ടിട്ട് വന്നിട്ട് സംസാരിക്കുക, എന്നിട്ട് നമ്മളെ തെറിവിളിക്കാൻ പോകും. അപ്പം നമ്മളതിന് മറുപടി പറയാം കേട്ടോ. അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ മേക്കിട്ട് കയറാൻ വരരുത്. കാരണം അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഡിപ്ലോമ നേഴ്സ് എന്ന്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും ആ ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടവർ, ഞാൻ കേട്ടില്ല, ഒരിക്കലും ഡിപ്ലോമ നേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എന്ന് എവിടെയാണ് പറയുന്നത്? IT ആണോ, പോളിടെക്നിക്കലാണോ? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന BTech ആണ്. പിന്നെ അല്ലാതെ എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ITക്ക് പോവാം, അതുപോലെ തന്നെ പോളിടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതേ കണക്കുള്ള കാര്യങ്ങൾ പറയേണ്ട. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പോയി, PCM മാത്സ് വേണം, ഈ മാത്സ് ഇല്ലാതെ എവിടെയാണ് എഞ്ചിനീയറിംഗിന് പോയത്? അപ്പോൾ എഞ്ചിനീയറിംഗിന് പോയെന്ന് പറയുമ്പോൾ നമ്മളെന്ത് മന്ദബുദ്ധികളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് കമൻ്റ് ഇടാൻ വരുന്ന PR-ലെ വിവരമില്ലാത്ത ഏതോ ഒരു PR-ന്റെ തലവനാണ് ഇത് വന്നിരുന്നത് ഇത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ, രേണു സുധിയുടെ PR വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന വെറും വിവരമില്ലാത്ത ഏതോ ഒരു കഴുതയാണ്, മരക്കഴുതയാണ്, പറയാതിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ ഒരിക്കലും വന്നിട്ട് ഇങ്ങനെ വന്ന് പറയില്ല. അവർ ഡിപ്ലോമയ്ക്കാണ് പോയത്. ഞങ്ങൾ ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഊഹിക്കണോ ഡിപ്ലോമയ്ക്കാണ് പോയെന്ന്? സർട്ടിഫിക്കറ്റ് SSLC വാങ്ങിച്ചിട്ടില്ല, +2 വാങ്ങിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരു വ്യക്തി എഞ്ചിനീയറിംഗ് പോയി എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മന്ദബുദ്ധികളാ. പിന്നെ അടുത്തത് പറഞ്ഞ ഏവിയേഷൻ. സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് അവർ തന്നെയല്ലേ പറഞ്ഞാൽ, ഞങ്ങളാരെങ്കിലും അവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞോ? നമ്മളോട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുവാണ്, എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ഞാൻ ഒരു സർട്ടിഫിക്കറ്റും വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാത്തത്? SSLC സർട്ടിഫിക്കറ്റും +2ൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് വാങ്ങിയിട്ടില്ലാത്ത ഒരാളെങ്ങനെയാണ് പഠിക്കുക? പിന്നെ അത് അങ്ങ് വെറുതെ വന്നിരുന്ന് ഈ പറയുന്ന ആൾക്കാരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരെന്താണ് പറഞ്ഞത് നിങ്ങൾ പോയി കേൾക്കൂ. അവർ പറഞ്ഞ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അത് കേട്ടിട്ട് വന്നിട്ട് കുറ്റം പറയുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇല്ല, മറ്റേ മോളെ നീ ആരടി എന്ന് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കും അതിനപ്പുറത്ത് പറയാൻ അറിയാം. പിന്നെ ഇവിടെ ഭയങ്കര ഭീഷണിയാണ്. എല്ലാ ആൾക്കാരും ഏതാണ്ട് ചെയ്ത് കളയും, കൊന്നു കളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഏതവനാടാ ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്, ഏതവനാണ്? രേണു സുധിയെ പറയുമ്പോൾ ഏതവനാണ്, ഏതവക്കാണ് ഇത്രയും വലിയ സോക്കേട്? ഇഞ്ഞു വാ. പറയുന്നത് ബിഗ് ബോസ് ഷോ പോലുള്ള റിയാലിറ്റി ഷോയിൽ ഞങ്ങളുടെ കാശ് മുടക്കി ഞങ്ങളിവിടെ ചാർജും ചെയ്തിരുന്ന് ഞങ്ങൾ കണ്ടിട്ട് അവിടെ ഇരുന്ന് വിവരക്കേടോ അല്ലെങ്കിൽ വൃത്തികേടോ കാണിച്ചാൽ 100% പറയും. ഏതവക്കാണ് സോക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ. ഏതവക്കാ പ്രശ്നം, ഏതവനാ പ്രശ്നം, ഇങ്ങോട്ട് വാ. രേണു സുധിയെ പറഞ്ഞാൽ രേണു സുധി കാണിച്ചാൽ വൃത്തികേട് കാണിച്ചാൽ ഉറപ്പായിട്ടും പറയും. അതേപോലെ ഈ 18 കണ്ടസ്റ്റന്റ് ആര് വൃത്തികേട് കാണിച്ചാലും വിളിച്ചു പറയും. അതിന് വേണ്ടിയിട്ടാണ് റിയാലിറ്റി ഷോ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആരും ഒന്നും പറയരുത്, ഞങ്ങളൊരു റിയാലിറ്റി ഷോ നടക്കുകയാണ് എന്ന്. റിയാലിറ്റി ഷോ ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് നിയമ നടപടി ഉണ്ടാവും. നടത്തുമോ ഈ ഷോ? ഒരിക്കലും ആരും നടത്തത്തില്ല, നടക്കാനും പറ്റത്തില്ല.
കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആരെയും അവഹേളിക്കാതെ അല്ലെങ്കിൽ മോശമായ വാക്ക് പറയാതെ വയലേറ്റ് ചെയ്യാതെ നമുക്ക് ആരെക്കുറിച്ച് എന്തും പറയാം. ഇത് പറയുന്ന ആൾക്കാർ, കേൾക്കുന്ന ആൾക്കാർ ആദ്യം ഇത് കൺഫേം ചെയ്യണം. അവരെങ്ങനെ പറഞ്ഞിരുന്നോ, അവർ പറഞ്ഞ സെൻറ്റൻസ് എന്താണ്, അവർ ഷോയിൽ വന്നിരുന്ന് പറഞ്ഞത് എന്താണ്, ഇതല്ലേ. അല്ലാണ്ട് വെറുതെ വന്നിരുന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിരുന്ന് നിനക്കൊക്കെ എന്തോ അറിയാടി. എന്തായാലും നിങ്ങളുടെ അത്രയും അറിയത്തില്ലായിരിക്കും, അത് സമ്മതിച്ചു. ഈ കമൻ്റ് ഇടുന്ന വിവരമില്ലാത്ത വിദ്യാഭ്യാസ സ്കൂളിൻ്റെ വാതിൽ പോലും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമായി ഇതുങ്ങളുടെ ഈ കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ. എൻ്റെ അടുത്ത് നീ ആരാടി പുല്ലേന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് 10 നീ ആരാടി പുല്ലേന്ന് വിളിക്കും. അതാണ് ഞാൻ. നമ്മൾ വളരെ മാന്യമായിട്ടും വളരെ മാന്യമായ ഭാഷയിലും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് രേണു സുധിയുടെ കണക്ക് ബിഷപ്പ് പറയുന്നത് കേട്ട് ഉമ്മൻചാണ്ടി കോളനിയിൽ താമസിച്ചിരുന്നതാണ്. ഉമ്മൻചാണ്ടി കോളനിയിൽ അല്ലെങ്കിൽ കോളനി താമസിക്കുന്ന ആൾക്കാരൊന്നും ഇതേ കണക്കല്ല കേട്ടോ. കോളനി താമസിക്കുന്ന ഞാൻ ഒരുപാട് ജവഹർ കോളനി, മറ്റേ കപ്പലിൻ്റെ മുകളിൽ നമ്മളെ കൊല്ലത്ത് കോളനികൾ, അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുവന്ന് പാവപ്പെട്ട കുറേ കുഞ്ഞുങ്ങൾക്ക് ആഹാരവും വസ്ത്രവും മരുന്നും ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. കോളനിയിലൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങളും വലിയ മനുഷ്യരെന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്നേഹവും നന്മയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അല്ലാണ്ട് ഈ സാധനത്തിനെ പോലെയല്ല. ഇതൊക്കെ ജന്മന ബോൺ ക്യാരക്ടർ കിട്ടുന്നതാണ്. ജന്മന ഈ നുണയും കൊതിയും നുണ പച്ച കല്ല് വെച്ച നുണ അല്ലെങ്കിൽ വീട്ടിലെ വളർത്തുദോഷം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിന് കുറേ എണ്ണം വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം PR-ൻ്റെ ആൾക്കാർ. പിന്നെ ഭീഷണിപ്പെടുത്തലും ചില ആൾക്കാർ നമ്മളെ ഏതാണ്ട് ചെയ്ത് കളയുന്നു. ഇതൊക്കെ എന്താ ഇത് ആര് ചെയ്യുമെന്നാ പറയുന്നത്? ഇങ്ങോട്ട് വാ ചെയ്യാൻ വന്നു കഴിയുമ്പോൾ മാപ്പയെ കാണാം. ഇതൊക്കെ ഭീഷണി വേറെ വല്ലയിടത്തും മതി. പിന്നെ ഞാൻ എൻ്റെ ചാനൽ ഇനിയിപ്പോൾ ഞാൻ ചാനലിനകത്ത് ഒരു വീഡിയോ ഇടുന്നില്ല. ഞാൻ പേടിച്ച് വിറച്ച് എനിക്കങ്ങ് പേടിച്ച് മുറച്ച് മുള്ളാമുട്ടി നിൽക്കുക കേട്ടോ. എനിക്ക് പേടിച്ച് വിറച്ച് ഞാനിവിടെ മുള്ളാമുട്ടി നിൽക്കുക. ഇങ്ങനെ വേഗം വാ കേട്ടോ. ഇതൊക്കെ ഒരുപാട് കണ്ട് തഴമ്പിച്ചതാണ്. എനിക്ക് 2019 മുതൽ എനിക്ക് ചാനലുണ്ടായിരുന്നു. ആ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു പോയതാണ്. അത് എൻ്റെ ഒരു മിസ്റ്റേക്കിന് വന്നു പോയതാണ്. ഞാൻ അപ്പീൽ കൊടുക്കാൻ പോയില്ല. അതുകൊണ്ടാണ് അത് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും അണ്ട് 8 ലക്ഷം ആൾക്കാരോളം വീഡിയോസ് കാണുന്ന ഒരു ചാനലായിരുന്നു അത്. ഞാൻ പോട്ടെ എന്നങ്ങ് വിചാരിച്ചതാണ്. ഇനി പുതിയ ചാനൽ പതുക്കെ സമാധാനത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. അത് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചു. അപ്പീൽ കൊടുത്തെങ്കിൽ ആ ചാനൽ എനിക്ക് തിരിച്ചു കിട്ടിയേനെ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാർ നമ്മളൊരു പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ആ ചാനലിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോൾ നമ്മളെ ഓടിക്കാം. ഇതണക്ക് നമ്മളെ ഓടിക്കാം, ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുമ്പോഴത്തേക്ക് നമ്മളെ ഭീഷണിപ്പെടുത്തി ഓടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. ഇതൊക്കെ കണ്ടും കേട്ടും ഒരുപാട് തഴമ്പിച്ചതാണ്. അല്ല കൊണ്ടും കൊടുത്തും എന്ന് പറയുന്ന കണക്ക് കൊണ്ടും കൊടുത്തുമൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടൊക്കെ ഒരുപാട് തഴമ്പിച്ച ആൾക്കാരാണ്. ഒരു ഭീഷണിക്കും ഇനിയിപ്പം ലോകം മഹായുദ്ധം വന്നിങ്ങനെ താഴോട്ട് വരുന്ന അല്ലെങ്കിൽ ഉൾക്ക വന്ന് പതിച്ച് നമ്മുടെ തലയിൽ വീഴുമെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. പറയാനുള്ളത് കൃത്യമായി പറയും. തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കും, വൃത്തികേട് ചെയ്താൽ അത് പറയും, കള്ളം പറഞ്ഞാൽ അത് 1000% ഇനി വലിച്ച് ഞാൻ കീറും, ഉറപ്പാണ്. ഇതുവരെ ഞാൻ ഒരു വ്യക്തിയെ വലിച്ചു കീറാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ബിഗ് ബോസ് ഷോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ പുറത്തിരുന്ന് PR ടീം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകത്തിരിക്കുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ദോഷം ഉണ്ടാകാൻ പറയുക. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടല്ല, എൻ്റെ വളരെ മോശമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന വെറും വിവരമില്ല ഈ PR ടീമിന് ഏറ്റവും വിവരമില്ലാത്ത ഏതോ ഒരു വിവരം കെട്ട മരക്കഴുതിയാണ് PR ടീമിന്റെ തലവനായിട്ട് വെച്ചിരിക്കുന്നത്. അത് ആര് തന്നെയായാലും അവളെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, സോറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് വരെ. ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് കിച്ചണാണ് കാണിക്കുന്നത്. ബെൻസി ഫ്രിഡ്ജൊക്കെ തുറക്കുന്നുണ്ട്. ഇതാണ് ലൈവ്. ഇപ്പോൾ സമയം 1:34, 1 മണി 34 മിനിറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.